ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ പരിസര പഠനം വാർഷിക മൂല്യനിർണ്ണയം 2018-19 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, വിദ്യാലയത്തിലെ പേരിലെ ഡിവിഷന്, അധ്യാപകന്റെ ഒപ്പും രക്ഷിതാവിന്റെ ഒപ്പൊക്കെ പേപ്പർ കിട്ടിയതിന് ശേഷം അല്ലേ. ഓക്കെ, ഇനി നിർദ്ദേശങ്ങൾ എന്താണ്? 15 മിനിറ്റ് എന്താണ് നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള അല്ലേ, കൂൾ ഓഫ് ടൈം എന്ന് പറയും. പിന്നെ തന്നിരിക്കുന്ന 6 പ്രവർത്തനങ്ങളിൽ അറിയാവുന്ന 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 5 പ്രവർത്തനത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഉത്തരം എഴുതാൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഏതാണ് പ്രവർത്തനം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതിൽ ABCD എന്ന് പറഞ്ഞാൽ അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഉപചോദ്യങ്ങൾ ഉണ്ടാവും, അതിലൊക്കെ ഉത്തരം എഴുതണം കേട്ടോ. പ്രവർത്തനം 1, കൃഷിത്തോട്ടത്തിലേക്ക്. ആവടിയുടെ ക്ലാസ്സിലെ കുട്ടികളും ടീച്ചറും മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച തോമസ് ചേട്ടന്റെ തോട്ടം സന്ദർശിച്ചു. എന്താണ്? ആവടിയുടെ ക്ലാസ്സിലെ കുട്ടികളും ടീച്ചറും എന്താക്കി? നല്ല മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച തോമസ് ചേട്ടന്റെ തോട്ടം സന്ദർശിച്ചു അല്ലെ. തോട്ടത്തിലെ ചില സസ്യങ്ങളാണ് ചുവട്. എന്തൊക്കെയാ? തെങ്ങ്, മാവ്, പന, മുള, അരയാൽ, പ്ലാവ്, പേര, കമുക് അല്ലെ. ഇതൊക്കെയാണ് തോമസ് ചേട്ടന്റെ തോട്ടത്തിലുള്ളത് അല്ലെ. ഇനി സസ്യങ്ങളുടെ വേരുകളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ തലക്കെട്ട് എഴുതി പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതായത് ഈ സസ്യങ്ങളുടെ വേരുകളുടെ പ്രത്യേകത നമുക്കറിയാലോ, എന്തൊക്കെ വേരുകൾ ഉണ്ട് അല്ലെ. ആ വേരുകളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്യുക? തലക്കെട്ട് എഴുതുക, ഏത് വേരാന്നുള്ളത് അല്ലെ. എന്നിട്ട് എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അത് എഴുതുക കേട്ടോ. എന്നിട്ട് ആ എന്താണ് ഏത് വേരാണോ ഓരോന്നിലുള്ളത്. അപ്പം നാലുവേരാണെങ്കിൽ നാലുവേരുള്ള എന്താണ് സസ്യങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ചുവട്ടിൽ എഴുതുക. ഓക്കെ, അതുപോലെ താഴ്വേരുള്ളത് അല്ലെ. അടുത്ത് ഏക ബീജപത്ര സസ്യമല്ലാത്തത് ശരിയായതിന്റെ നേരെ ടിക്ക് ചെയ്യുക. ഏകബീജപത്ര സസ്യമല്ലാത്തത് ഇതിൽ ഏതാന്ന് വെച്ചാൽ നെല്ലാണോ, ഇഞ്ചിയാണോ, കാപ്പിയാണോ, മഞ്ഞളാണോ, അത് നോക്കി എഴുതുക കേട്ടോ. എന്താണ് ഏകബീജപത്ര സസ്യമല്ലാത്തത്, ഇതിന്റെ നേരെ ടിക്ക് ഇടുക. ഓക്കെ, ഇനി പ്രവർത്തനം 2 കേട്ടോ. കലയുടെ നാട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും കലാരൂപങ്ങളുമാണ് ചുവടെയുള്ളത് അല്ലെ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും അതുപോലെ അവിടുത്തെ കലാരൂപങ്ങളുമാണ് ചുവടെയുള്ളത് അല്ലെ. മണിപ്പൂരി, കേരളം, ഒഡീഷ, കഥകളി, മണിപ്പൂർ, ഭരതനാട്യം, ഉത്തർപ്രദേശ്, ഒഡീസി, കഥക്, തമിഴ്നാട് അല്ലെ. ഇപ്പൊ ഏത് സംസ്ഥാനത്തിന്റെ പേരും അവയുടെ നേരെ ആ സംസ്ഥാനത്തെ കലാരൂപവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാനം മണിപ്പൂര് അല്ലെ. മണിപ്പൂർ എന്നുള്ളത് എന്താണ്? അവിടെ ഒരു സംസ്ഥാനമാണ് അല്ലെ. അപ്പൊ അതിന്റെ നേരെ എന്താണ്? അതിന്റെ കലാരൂപം എഴുതാം അല്ലെ. മണിപ്പൂരിന്റെ നേരെ തന്നെ ഇത് ഉണ്ടാവില്ല, എന്താണ് ഇവിടെ മണിപ്പൂരാണെങ്കിൽ മണിപ്പൂരി അല്ലെ. ഏകദേശം അത് ടച്ച് ചെയ്തിട്ടുള്ള വാക്കുകളല്ല വരുന്നത്. ചിലതൊക്കെയാണ് വേറിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ മണിപ്പൂരാണെങ്കിൽ മണിപ്പൂരി, അതുപോലെ ഒഡീഷയാണെങ്കിൽ ഒഡീസി അല്ലെ. പിന്നെ അങ്ങനത്തെ ഒക്കെ ചിലത് സെയിം ആയെന്നുള്ളതൊക്കെ നമുക്ക് വേഗം എടുത്ത് എഴുതാം അല്ലെ. അപ്പൊ നോക്കുക. അതുപോലെ തമിഴ്നാടിന്റെ കേരളത്തിന്റെ ഒക്കെ ഏതാന്നുള്ളത് എഴുതുക കേട്ടോ. കേരളം നമുക്കറിയാം കഥകളിയാന്ന് അല്ലെ. തമിഴ്നാട് ഏതാന്ന് നമുക്കറിയാം, അത് എഴുതുക. അടുത്തത് ഇവയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കലാരൂപത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ കഥകളിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ചൊക്കെ അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് അറിയുന്നത് എന്താണോ അത് എഴുതുക കേട്ടോ. സി ചിത്രത്തിൽ കാണുന്ന കലാരൂപം ഏതാ? ഏത് കലാരൂപമാണ്? അനുയോജ്യമായത് നേരെ ടിക്ക് ചിഹ്നം ഇടുക. ഇതെന്താ? ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, മാർഗം കളി എന്ന്. അതാണോ? അല്ല. തിരുവാതിരക്കളിയാണോ? അല്ല. കഥകളിയാണോ? ആണ് അല്ലെ. പുലിക്കളിയോ അല്ല. അപ്പൊ കഥകളിയുടെ നേരെ ടിക്ക് ഇടുക അല്ലെ. ഇനി പ്രവർത്തനം 3 കേട്ടോ. വാർത്തകൾ കൈമാറാം. മുത്തച്ഛനും കൊച്ചുമോനും തമ്മിലുള്ള സംഭാഷണം വായിക്കൂ. മുത്തച്ഛനും കൊച്ചുമോനാണ് അല്ലെ. അപ്പൊ മുത്തച്ഛൻ പറയാണല്ലേ, മനു നീ അച്ഛന് കത്തെഴുതുമ്പോൾ എന്നോടും വന്ന് പറയണം, എനിക്ക് അവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു അല്ലെ. മുത്തച്ഛൻ പറഞ്ഞു അല്ലെ. അപ്പം ഈ മോൻ എന്താ പറയുന്നത്? മുത്തച്ഛൻ എന്താ പറയാനുള്ളത്? ഇപ്പോൾ തന്നെ വിളിച്ചു പറയാലോ, അതിന് കത്തിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് ഈ കൊച്ചുമോൻ പറഞ്ഞു അല്ലെ. കത്തിന്റെ ആവശ്യമില്ലെന്ന് മനു പറഞ്ഞത് എന്തുകൊണ്ടാണ് കത്തിന്റെ ആവശ്യമില്ലെന്ന് മനു പറഞ്ഞത്? എന്തുകൊണ്ടാ? അപ്പൊ നോക്കൂ. എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ച് മുത്തച്ഛനും മനുവിന്റെ അച്ഛനെ കാര്യങ്ങൾ അറിയിക്കാം? എന്തൊക്കെയാ? വാർത്താവിനിമയ ഉപകരണങ്ങൾ, ലാൻഡ് ഫോണ്. പിന്നെ വാർത്താവിനിമയ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതല്ലേ. ഒന്ന് ലാൻഡ് ഫോൺ എടുത്ത് തന്നിട്ടുണ്ട്, പിന്നെ കമ്പ്യൂട്ടറും വാക്കി ടോക്കി ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ മറ്റേ നിങ്ങൾ എന്താക്കുക? പിന്നെ അതുപോലെ വാർത്താവിനിമയ മാധ്യമം ഫോൺ സന്ദേശം, ലാൻഡ് ഫോണും ഫോൺ സന്ദേശം അല്ലെ. പിന്നെ SMS, പിന്നെ ഫാക്സ് സന്ദേശം അല്ലെ. അപ്പം നിങ്ങൾ എന്താക്കുക? ഇതിന് നേരെ ഉള്ളതൊക്കെ എന്താക്കുക? നിങ്ങൾ
എഴുതുക. ഓക്കെ, ഇതിലില്ലാത്തത് എന്താണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തന്ന് ലാൻഡ് ഫോണും ഫോൺ സന്ദേശം, പിന്നെ ഇവിടെ തന്നിട്ടില്ല SMS ആണ് തന്നിരിക്കുന്നത്. എന്താണെന്നുള്ളത് എഴുതുക. കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് എഴുതുക. പിന്നെ ഫാക്സ് സന്ദേശം എന്താണെന്നുള്ളത് എഴുതുക. വാക്കി ടോക്കി എന്തിനാ, വാർത്താവിനിമയ മാധ്യമം എന്താണെന്ന് എഴുതുക കേട്ടോ. ദെൻ വാർത്താവിനിമയ രംഗത്ത് പ്രാവ്, ദൂതർ, അലഞ്ചലോട്ടക്കാരൻ തുടങ്ങിയവർ ഇപ്പോൾ നിലവിലില്ല അല്ലെ. കാരണങ്ങൾ എഴുതുക. ഓക്കെ, അതെന്താന്നുള്ളത് കാരണം എഴുതുക. ദെൻ അടുത്ത നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മാർക്കോണിയുടെ കണ്ടുപിടുത്തം ഏതാണ്? അനുയോജ്യമായതിന് നേരെ ടിക്ക് ചിഹ്നം ഇടാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മാർക്കോണിയുടെ കണ്ടുപിടുത്തം? ഇതിൽ ഏതാണ്? ടെലിവിഷൻ ആണോ, കമ്പ്യൂട്ടർ ആണോ, ടെലിഫോൺ ആണോ, റേഡിയോ ആണോ? ഏതാണ് മാർക്കോണിൻ്റെത്? അതെ, ഇത് റേഡിയോ അല്ലേ. അടുത്ത് പ്രഥമ ശുശ്രൂഷ അല്ലെ. പത്രവാർത്തകൾ നോക്കൂ. അഞ്ചുരുളി ജലാശയത്തിൽ ഇറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഗൃഹനാഥൻ തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. വാഹനം ഇടിച്ചു. മീൻ പിടിക്കുന്നതിനിടെ വെള്ളം മറിഞ്ഞ് യുവാവ് മരിച്ചു. പിക്കപ്പ് ജീപ്പ് പിടിച്ച് യുവാവ് മരിച്ചു. വിദ്യാർത്ഥി മുങ്ങി മരിച്ചു അല്ലെ. അങ്ങനെ കുറെ പത്രവാർത്തകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പത്രവാർത്ത വായിച്ചല്ലോ. സാധാരണയായി മറ്റെന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കാറുള്ളത്? ചിത്രീകരണം പൂർത്തിയാക്കുക, അപകടങ്ങൾ, തീപ്പൊള്ളൽ ഒന്നുണ്ട് അല്ലെ. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. എന്തൊക്കെ അപകടങ്ങളാണോ അത് എഴുതുക. അല്ലെ, സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ മുറിവ് പറ്റിയ കൂട്ടുകാരന് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷ നൽകാം? സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ മുറിവ് പറ്റിയ കൂട്ടുകാരന് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് നൽകാൻ പറ്റും? അത് എഴുതുക കേട്ടോ. ദെൻ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത എന്താ? അനുയോജ്യമായതിന് നേരെ ടിക്ക് ഇടുക. നിലത്ത് കിടന്നുരുളണം. എന്താ ചോദ്യം? ചെയ്യാൻ പാടില്ലാത്തതാട്ടോ, ചെയ്യേണ്ടതല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് തീ കെടുത്തണം. ഒട്ടി പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യണം. കട്ടിയുള്ള പുതപ്പ് ചാക്ക് കൊണ്ട് പൊതിയണം. ഇതിൽ ഏതാണ് തീ പിടിച്ചാൽ ചെയ്യാൻ പാടില്ലാത്തത്? അതെ, ടിക്കിടുക. ഓക്കെ. ദെൻ പ്രവർത്തനം 5 അല്ലേ. നാടറിയാം. ചിറ്റാരിപ്പുരം സ്കൂളിലെ ടീച്ചറും കുട്ടികളും പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. പഞ്ചായത്ത് ഓഫീസിന് പുറമെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് പൊതുസ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? അവ നൽകുന്ന സേവനങ്ങൾ എന്താണെന്ന് എഴുതുക. പൊതുസ്ഥാപനം, പഞ്ചായത്ത് ഓഫീസിൽ എന്താ സേവനം? പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് അല്ലെ. ഇനി ഏതൊക്കെ പൊതു സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അറിയാം, അതിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ. നിങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ബി, ഗ്രാമസഭയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ എഴുതുക കേട്ടോ. സി, കോർപ്പറേഷന്റെ ഭരണത്തലവൻ ആര്? നമ്മൾ പഠിച്ചാണല്ലേ. അനുയോജ്യമായത് നേരെ ടിക്ക് ഇടുക. കോർപ്പറേഷന്റെ ഭരണത്തലവനാ ചോദിച്ചിട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? ചെയർപേഴ്സൺ തന്നിട്ടുണ്ട്, പ്രസിഡന്റ് തന്നിട്ടുണ്ട്, മേയർ തന്നിട്ടുണ്ട്, കൗൺസിലർ തന്നിട്ടുണ്ട്. അപ്പൊ കോർപ്പറേഷന്റെ ഭരണത്തലവൻ ആരാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ നേരെ ടിക്ക് ഇടുക കേട്ടോ. പ്രവർത്തനം 6, അവധിക്കാലം. ഡൽഹിയിലുള്ള കൂട്ടുകാർ അവധിക്കാലത്ത് അനുവിനോടൊപ്പം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ചുവടെ. അവ ഏത് ജില്ലയിലാണെന്ന് കണ്ടെത്തുക. ഡൽഹിയിലുള്ള കൂട്ടുകാർ അവധിക്കാലത്ത് അനുവിനോടൊപ്പം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അവ ഏത് ജില്ലയിലാണെന്ന് കണ്ടെത്തുക. സന്ദർശിക്കുന്ന സ്ഥലം ശാസ്താംകോട്ട കായൽ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശാസ്താംകോട്ട കായല് എവിടെയാ? അത് എഴുതുക. കേരള കലാമണ്ഡലം എവിടെയാണുള്ളത്? അത് എഴുതുക. കോവളം കടൽ തീരം എവിടെയാണുള്ളത്? എടക്കൽ ഗുഹ എവിടെയുള്ളത്? ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പൊ ഒക്കെ എഴുതുക കേട്ടോ. ബി, അനുവിന്റെ കൂട്ടുകാർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്താൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? അനുവിന്റെ കൂട്ടുകാർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്താൻ ഏത് ദിശയിൽ നിന്നാണ് സഞ്ചരിക്കേണ്ടത്? ഡൽഹിയിൽ നിന്ന്. അനുയോജ്യമായത് ടിക്കിടുക. വടക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണോ, വടക്ക് നിന്ന് തെക്കോട്ടാണോ, തെക്ക് നിന്ന് വടക്കോട്ടാണോ, വടക്ക് നിന്ന് കിഴക്കോട്ടാണോ? അതിന് നേരെ ടിക്കിടുക കേട്ടോ. ദെൻ ഭൂപടം നോക്കി കേരളത്തിൽ വിമാനത്താവളങ്ങളുള്ള ജില്ലകളുടെ പേര് എഴുതി അടയാളപ്പെടുത്തുക, നിറം നൽകുക. ഓക്കെ, ഏതൊക്കെയാണ് ഇതൊക്കെ ജില്ലകൾ പേര് എഴുതുക. വിമാനത്താവളങ്ങളുള്ള ജില്ലയുടെ പേര് എഴുതുക. എന്നിട്ട് എന്താക്കുക? അടയാളപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നന്നായി പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എന്താക്കുക? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോവുക കേട്ടോ. നന്നായി പഠിക്കുക. നല്ല ഫുൾ മാർക്ക് തന്നെ എല്ലാ ചാപ്റ്ററിലും വാങ്ങുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വാങ്ങുക. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഷീറ്റിലൊക്കെ ഫുൾ മാർക്ക് തന്നെ വാങ്ങുക. ഓക്കെ, താങ്ക് യു.